അവിടെ ഒരു നിസ്കാരം വേറെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാത്ത ആളുകളോ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഒരു നേതാവുണ്ടോ ഈ ലോകം കണ്ടിട്ട്? ഏതെങ്കിലും ഒരു ഉമ്മയുടെ വയറ്റില്ലെന്ന് നമ്മുടെ മുത്തു നേതാവിനെ പോലെ ഒരു നേതാവ് ഇങ്ങോട്ട് പിറന്നു വീണിട്ടുണ്ടോ? ഇനി ഖിയാമത്ത് നാൾ വരെ ഉമ്മക്ക് ഇനി അങ്ങനെ പ്രസവിക്കാൻ ഒരു മകനെ കഴിയുമോ? കഴിയില്ലല്ലോ. ആ നേതാവ് വളരെ വിഷമം സഹിക്കുന്ന ഘട്ടത്തിൽ പോലും സഹാബത്തിന്റെ തോളുകളിൽ കൈയിട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വേച്ച് നിസ്കാരത്തിന് പോയിട്ടുണ്ട്. സ്വഹാബിമാര് നബിയെ കാത്തിരുന്നിട്ടുണ്ട്, അവരങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നു നമ്മൾ. പക്ഷേ ഇതൊക്കെ ഞങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികളില്ലേ, അവര് വിശ്വസിക്കുന്നത് നബിയെ കുറിച്ച് അവർക്ക് ആ ധാരണയില്ല. പക്ഷേ ജീലാനി അങ്ങനെയാണ്. നേരെ ഇവിടെ കേട്ടില്ലേ, മക്കത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്, മദീനത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്, പലസ്തീനിൽ വെച്ചല്ലാതെ നമസ്കരിക്കാത്തവരുണ്ട്, കാഫുമലയുടെ മുകളിൽ വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്. ഏതായി കാഫുമല? എവിടെയായി കാഫുമല? ആകെ കാഫുമല നമ്മൾ കേട്ടിട്ടുള്ളത് കാഫുമല കണ്ട പൂങ്കാറ്റേ എന്നൊരു പാട്ടിൽ ഒരു കാഫുമല കേട്ടിട്ടുണ്ടല്ലാതെ എവിടെയായി കാഫുമല? അങ്ങനൊന്നുണ്ടോ? കാര്യം തന്നെ ഇല്ലാത്തവന് പിന്നെ മല ഉണ്ടോ എന്ന് ചോദിക്കണോ? മലയുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? സംഭവം തന്നെ നടക്കുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഇത് അക്കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല. CM മടവൂരില്ലേ, കോഴിക്കോടുള്ള CM മടവൂര്, ആ മടവൂരിനെ സംബന്ധിച്ച് അവരെന്താണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അവരെന്താണ് ജനങ്ങളുടെ മുമ്പാകെ അവർ ധാരാളം കാര്യങ്ങൾ കറാമത്തുകളായി പ്രചരിപ്പിക്കുന്നത്? മൂപ്പരും നിസ്കരിക്കൂല, നിസ്കരിക്കാതിരിക്കൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പോലെയാണ്. എന്നിട്ടോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കറാമത്ത് കേട്ടോളൂ. ആ കറാമത്ത് ഞാൻ നിങ്ങളെ വേറെയും ഗാനത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. ആ കറാമത്തൊന്ന് കേട്ടോളൂ. എന്താണെന്നോ? ഉരുളിക്കുന്ന മുദരിസായ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനം ആ ഹളറത്തിലണഞ്ഞിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഉത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തിലമർത്തിട്ടെങ്ങോ കാട്ടിയ നേരത്ത് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത നിസ്കാരം, അതും അയ്യോ മുമ്പിലിമാമത്ത്. അക്കത കണ്ട് മുദരിസവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത്. കയ്യ് വലിക്കുന്നേ പിന്നെ കാഴ്ച മറഞ്ഞെന്നേ, എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ, കശ്ഫുടയോര സിഫത്തതുമല്ലേ. ഉരുളിക്കുന്ന മുദരിസായ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമാ ഹളറത്തിലണഞ്ഞിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. ഉരുളിക്കുന്ന് മുദരിസായ ഉണ്ണിമോയിൻ ഹാജി, ഉരുളിക്കുന്ന് മുദരിസായ ഉണ്ണിമോയിൻ ഹാജി. ആ ഉണ്ണിമോയിൻ ഹാജി ഒരു ദിനം അതാ തിരുഹദറത്തിലെത്തുന്നു. CM മടവൂരിന്റെ ഹദറത്തിലെത്തിയിട്ട് ഉണ്ണിമോയിൻ ഹാജി വലിയ മുരീദാ, മുപ്പരെത്തിയിട്ട് ചോദിക്കുകയാണ്, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. എല്ലാരും പറയുന്നല്ലോ ശൈഖേ നിങ്ങൾ നിസ്കരിക്കാറില്ലെന്ന്, ശരിയാണോ? ഇതാ ചോദിക്കുന്നത്. അതങ്ങ് ചോദിച്ചപ്പോഴെന്താ ചെയ്തതെന്നോ? അന്നേരം കൈപ്പത്തിലമർത്തിട്ടെങ്ങോ കാട്ടിയ നേരത്ത് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത നിസ്കാരം, അതും അയ്യോ മുമ്പിലിമാമത്ത്. അക്കത കണ്ട് മുദരിസവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത്. കയ്യ് വലിക്കുന്നേ പിന്നെ കാഴ്ച പറഞ്ഞെന്നേ, എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ, കശ്ഫുടയോര സിഫത്തതുമല്ലേ. ഉണ്ണിമോയിൻ ഹാജി, ഉണ്ണിമോയിൻ ഹാജി അദ്ദേഹം ഉരുളിക്കുന്നിലെ മുദരിസാണ്. അദ്ദേഹം വന്നിട്ടായിരുന്നു ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ നോക്കൂ, ഇവര് വിശ്വസിക്കുന്നത് എന്താണ്? കൈപ്പത്തിയും കാണിച്ചു കൊടുത്തു, നിസ്കരിക്കാറില്ല, അതിൽക്കാണ് നോക്കിക്കോ. നോക്കിയപ്പോൾ ആ ഹറമിൽ നിസ്കരിക്കാൻ ഇമാമിക്കാണ്. അവിടെ ഇങ്ങനെ സ്ക്രീനിൽ എന്നതുപോലെ തെളിയാണ് കേട്ടോ. അതിങ്ങനെ കരമിൽ കാണുന്നു പടവും എന്തൊരു നല്ല കറാമത്ത്. അതൊക്കെ മൗലവി നിങ്ങൾ വെറുതെ പറയണതാവൂലേ, നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കല്ലേ. എന്നാലേ ഇവര് റിലീസാക്കിയിട്ടുള്ള CD-യിൽ നിന്ന് അത് താളമേളങ്ങളോടുകൂടെ നിങ്ങൾക്ക് കേൾക്കാം. അത് കഥാരൂപത്തിൽ പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു. പിന്നെ പരമ്പരയും സനതൊന്നും പരിശോധിക്കണ്ടല്ലോ, കേട്ടോളൂ. എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനം നിങ്ങൾക്കില്ല നിസ്കാരം, അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും
മടവൂർ ഷെയ്ഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മൊയിൻ ഹാജി ഷെയ്ഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മൊയിൻ ഹാജി ഷെയ്ഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ഷെയ്ഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ച എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ? ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരത്തിന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ അവിടുന്ന് നിസ്കരിക്കാതെ വീട്ടിലിരുന്നിട്ടുണ്ടോ? നിസ്കരിക്കാത്തവർ ജീവിതം അവിടുത്തേക്കുണ്ടായിട്ടുണ്ടോ? ഇവരവരോധിക്കുന്ന ഔലിയാക്കളുടെ കഥയാണ് പറയുന്നത്. താളമേളങ്ങളോടുകൂടി ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്ന് ആസ്വദിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയാണ്, വലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് നമ്മൾ കാണുകയില്ല. ചോദിക്കാൻ ചെന്നയാളുടെ മുമ്പിലാണ് കൈപ്പത്തി കാണിക്കുന്നത്. അപ്പോഴാണ് അതിൽ ഒരു ടെലിവിഷനിൽ പോലെ തെളിയുന്നത്. ഹറമാണ് തെളിയുന്നത്, ഹറമാണ് തെളിയുന്നത്. ആ തെളിയുന്ന ഹറമിലേക്ക്, ഹറമിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അതാ മഹാനവറുകൾ ഇമാമത്ത് നിൽക്കുന്നു. സുദൈസിന് പകരമാണോ ഇമാമത്ത് നിന്നത് എനിക്കറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ശുറൈമിന് പകരമാണോ ഇമാമത്ത് നിന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്ക് പകരമായി ഇമാമത്ത് നിന്നത് അല്ലാഹു അഅലം. പക്ഷേ മൂപ്പരദാ അവിടെ പോയി ഇമാമത്ത് നിൽക്കുന്നു. ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇങ്ങനെയാണ്. ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നബിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടോ? മഹാനായ ഷാഫി ഇമാമിനെ ആദരിക്കുന്നവരല്ലേ, ആദരിക്കുന്നവരെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നോ? മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നോ? അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നോ? അവരൊക്കെ മുകളിലുള്ള അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഏതെങ്കിലും സഹാബിമാർക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെയും അവരുടേതായ പ്രദേശത്ത് വെച്ച് നമസ്കരിച്ചവരാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇസ്ലാമിന്റെ ഔലിയാക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനിയും തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവർക്ക് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ഥലത്ത് തീപിടുത്തം നടന്നാൽ അതങ്ങ് കാണുകയാണ്. തീപിടുത്തം നടന്നത് കാണുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാം. ഉള്ളാളത്ത് തങ്ങളുടെ ഒരു കറാമത്തിൽ അവര് പറയുന്നു, കറിയാ ആളെളത്തെ പള്ളിക്കൊരുക്കത്തെ കുളമിൽ വോതു ചെയ്യും ബോധിൽ മദനിയോർ കരം കൊണ്ട് വെള്ളത്തെ ഒരു മൂണ്ട് മറത്ത് കോരിമേൽ ഭാഗത്ത് ഭാര്യറിന്തോവർ ഷറഫായ മക്കത്തെ ഹറമിൽ ഒരുക്കത്തെ ഷററാലും തീനാളം കണ്ടെന്നുരത്തോവർ ഹററെ പോലിപ്പാനായി വെള്ളം ഒഴിച്ചു ഞാൻ അതിനാൽ പോലിഞ്ഞെന്ന് പിറകിൽ പറഞ്ഞോവർ. ഉള്ളാളന്തങ്ങൾ ഒരിക്കൽ ഊതുണ്ടാക്കുമ്പോതാ മൂന്ന് കോരിൽ വെള്ളമെടുത്തുകൊണ്ടങ്ങ് മാനത്തേക്ക് എറിയുന്നു. എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അതാ ഷറഫായ മക്കത്തെ ഹറമിൽ ഒരുക്കത്തെ ഷററാലും തീനാളം കണ്ടെന്നുരത്തോവർ. തീനാളം കാണുന്നു, അതുകൊണ്ട് ആ തീയെ പൊലിപ്പിക്കാനായി ഞാൻ വെള്ളം ഒഴിച്ചതാണ്. ഇതും ഇവരിവിടെ പ്രചരിപ്പിക്കുന്നില്ലേ? ആ പ്രചരിപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മറ്റൊരിക്കൽ തങ്ങൾ വുളൂ ചെയ്യുകയായിരുന്നു. 2 കയ്യും നിറയെ വെള്ളമെടുത്ത് മഹാനവറുകൾ 3 പ്രാവശ്യം ആകാശത്തേക്ക് എറിഞ്ഞു. എന്താണ് ഈ പ്രവർത്തിച്ചതിന്റെ പൊരുൾ? മറ്റൊന്നുമല്ല, മഹാനവർ പറഞ്ഞു, പരിശുദ്ധ മക്കയിൽ ഹറമിന്റെ ചാരെ ഒരു സ്ഥലത്ത് തീനാള കത്തി ഉയരുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു. ആ തീജ്വാലകൾ കെടുത്തിക്കളയുകയാണ് ഞാൻ ചെയ്തത്. ശ്രോതാക്കൾ ആശ്ചര്യപരിതന്ത്രരായി നോക്കി നിന്നു. കുട്ടി പറയുന്നോക്കിങ്ങൾ ആശ്ചര്യപരിതന്ത്രരായി നോക്കി നിന്നു. തീക്കെടുത്ത് അപ്പൊ നോക്കൂ സഹോദരന്മാരെ, ഇവരെന്താ വിശ്വസിക്കുന്നത്? അവർക്ക് അടുക്കേ അകലെ എന്ന പ്രശ്നമല്ല. അവരെല്ലാം കാണും, അവരെല്ലാം കേൾക്കും,
അവരെല്ലാം അറിയും. അവർ വിചാരിക്കുന്ന സെക്കൻഡിൽ അവർ മക്കത്തെത്തും, മദീനത്തെത്തും. മഹാനായ നമ്മുടെ നേതാവിന് അതിന് കഴിഞ്ഞിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവ് മദീനയിലേക്ക് ഹിജറ പോകാൻ എത്ര ദിവസമെടുത്തു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന കൂട്ടുകാരൻ വലിയകളുടെ ഔലിയാക്കളുടെ നേതാവല്ലേ? ഏറ്റവും വലിയ വലിയായ അബൂബക്കർ സിദ്ദീഖാണ് കൂടെയുള്ളത്. അമ്പിയാക്കളിൽ എന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളിലും ശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടാളും കൂടെ മദീനയിലേക്ക് വിചാരിക്കുന്ന നേരത്ത് പെട്ടെന്നങ്ങ് നിമിഷ നേരം കൊണ്ടങ്ങ് മദീനയിലെത്തിയോ? എത്തിയില്ലല്ലോ. അവർ യാത്ര പോയ ദുർഘടത നമുക്കറിയില്ലേ? ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഇവരെവിടെ നിന്നാണ് ഇസ്ലാം പഠിച്ചൊരു സഹോദരന്മാരെ? പിന്നെ ഇവരുടെ കാര്യം നിങ്ങൾ നോക്കൂ. ഇവർക്ക് ഏതവസരത്തിലും അങ്ങ് മാനത്തേക്ക് നോക്കിയാൽ അവർ ലൗഹുൽ മഹ്ഫൂദ് കാണും. അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അവർ കാര്യങ്ങൾ ഇങ്ങനെ പറയും, എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ പറയും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാനത്തേക്ക് ഇങ്ങനെ നോക്കും, ലൗഹുൽ മഹ്ഫൂദിൽ നോക്കും. ഇവരുടെ ഭാഷയിൽ ഒരു വില്ലേജ് ഓഫീസിൽ നോട്ടീസ് ഒട്ടിക്കാനുള്ള ഒരു മരപ്പലകയുടെ വില പോലും ലൗഹുൽ മഹ്ഫൂദിലില്ല. ഒരു ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് കയറിയാൽ കാണാവുന്ന നിലക്കിങ്ങനെ മരപ്പലക, അതും കുറെ കീറിയതും കീറാത്തതും എഴുതിയതും എഴുതാത്തതുമായ നോട്ടീസും. ഇതുപോലെയാ ലൗഹുൽ മഹ്ഫൂദ് എന്നാ വിചാരിച്ചത്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിരുന്നു സഹാബിമാര്, ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് മസ്അലകൾ ചോദിച്ചിരുന്നു. വഹയ് കാത്തിരിക്കുകയല്ലേ മുത്ത് മുസ്തഫ ചെയ്യുന്നത്? വഹയ് കാത്തിരിക്കുകയാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് പറയാൻ കഴിയേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആ അവസരത്തിൽ എന്നാൽ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള സർവ്വ ഇൽമുകളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ടല്ലോ, എന്റെ കണ്ണെപ്പോഴും ലൗഹിലാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു എന്ന് ഏത് പ്രമാണം കൊണ്ടാ തെളിയിക്കാൻ കഴിയുക? ഏത് ഹദീസിലാ അങ്ങനെ വന്നത്? വിശുദ്ധ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ശഫീ ഇമാം പഠിപ്പിച്ചോ? ഹനഫി ഇമാം പഠിപ്പിച്ചോ? ഹംബലി ഇമാം പഠിപ്പിച്ചോ? മാലിക് ഇമാം പഠിപ്പിച്ചോ? ആരാ പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവര് പറയുന്നു അവർക്ക് എപ്പോഴും ലൗഹിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഒരാൾ ചോദിക്കുകയാണ്, കുട്ടിയുണ്ടോ? എനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പ നോക്കും ലൗഹിലേക്ക്. നിങ്ങൾക്ക് കുട്ടിയെ വിധിച്ചിട്ടില്ല, ഞാനൊന്ന് ശ്രമിക്കാവും, വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ കുട്ടിയില്ല എന്ന തീരുമാനത്തെ ശൈഖ് അവറുകൾ എന്തു ചെയ്യും? മായിക്കും. അവിടെ നിന്ന് തലയിൽ കെട്ടിയിട്ടുള്ള തലപ്പാവങ്ങൊരൊറ്റേറാണ്. എറിഞ്ഞതെന്തിനാ? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മായിക്കാൻ. വില്ലേജ് ഓഫീസിലെ മരപ്പലകന്മേൽ ചോക്ക് കൊണ്ട് എഴുതിയത് മായിക്കുന്ന ലാഘവത്തോടുകൂടി. അതാ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഏറ്റവും പരിശുദ്ധമായ ഫലകം, അതിലെഴുതി അങ്ങ് മായിക്കാൻ തലപ്പാവ് എറിയുകയാണ്. ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ, അനിസ്ലാമികമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, തീരുമാനങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടർ അവർ പറയുന്നു ഞങ്ങളാണ് ഔലിയായിനെ അംഗീകരിക്കുന്നവർ, ഞങ്ങളാണ് ഔലിയായിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്നവർ പറയുന്നു. മാത്രമല്ല അവരുടെ പവർ എന്താ എന്നാ പറയുന്നത്? അവർ ഒരാളെ വിചാരിച്ചാൽ ഇസ്ലാമിലേക്ക് ഉണ്ടാക്കാൻ കഴിയും, വിചാരിച്ചാൽ അങ്ങ് പുറത്താക്കാനും കഴിയും. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയന്നവർക്കാനു വധം കൊടുത്തോവർ. നിലനെ കൊടുക്കാനും നിലനെ കളയാനും നായന്നവർക്ക് അനുവാദം കൊടുത്തു. അള്ളാഹു അവർക്ക് പവർ കൊടുത്തിരിക്കുന്നു. ഇടുന്നവരെയൊക്കെ ഇസ്ലാമിൽ കടത്തിക്കോ, പറ്റാത്തവരെയൊക്കെ പുറത്താക്കിക്കോ. അള്ളാഹുവിനോട് നമ്മളെന്ന് പറയുന്നു, കുലി അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, നീയല്ലേ അധികാരം കൊടുക്കുന്നവൻ, നീയല്ലേ പവർ കൊടുക്കുന്നവൻ, നീയല്ലേ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് പവർ നീക്കിക്കളയുന്നവൻ. നിന്റെ കയ്യിലൂടെയല്ലേ എല്ലാം സംഭവിക്കുന്നത്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ സാധുക്കളല്ലേ? നീ ഇസ്സത്ത് കളയരുതേ, നീ ഞങ്ങളുടെ അന്തസ്സ് കളയരുതേ.
ഞങ്ങളുടേതായ പവർ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ അള്ളാഹു ആവശ്യപ്പെടുന്നത്. സഹോദരന്മാരെ, ഇവരുടെ ഇസ്ലാം ഏതാണ്? നാം പറയുന്ന ഇസ്ലാം ഏതാണ്? ആരാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ചോദിക്കുന്ന മുസ്തഖീമായ വഴിയുടെ അവകാശികൾ എന്ന് ചിന്തിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? ചിന്തിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിഷ്പ്രയാസമാണ്. അതാ അവരുടെ നേതാവ് പറയുന്നു, യഖ്ദുറുൽ വലിയു അലാ അൻ യുകല്ലിമ അഹദൻ ഫീ ഉദുനിഹി വലാ യഖൂമു അൻഹു ഹത്താ യകൂന ഹുവ വൽ വലിയു ഫിൽ മആരിഫി അലാ ഹദ്ദിൻ സവാ. വലിയന് കഴിയും ഒരാളോടങ്ങ് ചെവിയിൽ ഒരു സ്വകാര്യം പറയുമ്പോഴേക്ക് ചെവിയിൽ എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ മതി. വലാ യഖൂമു അൻഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക്, അതാ എഴുന്നേൽക്കുമ്പോഴേക്ക്, ഹത്താ യകൂന ഹുവ വൽ വലിയു, ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയും ഈ ചെവിയിൽ വർത്തമാനം പറഞ്ഞ വലിയും ആയിത്തീരുകയാണ്. ഫിൽ മആരിഫി അലാ ഹദ്ദിൻ സവാ, സമ്പൂർണമായ നിലക്ക് അവർ രണ്ടാളും ഒരേ ദർജയിൽ എത്തിപ്പോയി. ഈ സെക്കൻഡ് ഇട കൊണ്ട് പവർ പകർന്നു കൊടുത്തില്ലേ? പവറങ്ങ്. സഹോദരന്മാരെ, ചിന്തിക്കൂ. മുജാഹിദുകളെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറയുന്ന ആളുകളെ, നിങ്ങൾക്കൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചുകൂടെ? വാശി എവിടെ വരെയാണ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്? ഏത് വാശിയും ഒടുങ്ങില്ലേ? നമ്മുടെ മരണത്തോടുകൂടി ഖബറിൽ ഒടുങ്ങില്ലേ? അന്ധവിശ്വാസങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ട് മഹാനായ മുത്ത് മുസ്തഫയുടെ ദീനിലാണ് നമ്മളെന്ന്, എൻ്റെ ഇമാം ഖുർആനാണെന്ന് നമുക്ക് പറയാൻ എങ്ങനെ കഴിയും മലായിക്കത്തുകളുടെ ചോദ്യത്തിന്? അതുകൊണ്ട് വിശ്വാസത്തിന്റെ മാലിന്യങ്ങൾ കാത്തു സൂക്ഷിച്ച് പ്രചരിപ്പിക്കുന്ന കക്ഷികളോട് വിട പറഞ്ഞോളൂ എത്രയും വേഗം. കാരണം അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്ധവിശ്വാസത്തിലേക്കാണ്. അന്ധവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതെത്തുന്നത് നരകത്തിലേക്കാണ്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് എത്ര മോഹമുണ്ടായിരുന്നു സ്വന്തം പ്രിയപ്പെട്ടവരെ ഒന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന്. നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ? ഒന്ന് ചെവിയിൽ ഒരു രണ്ട് വാക്ക് പറയാൻ, അതല്ലെങ്കിൽ ഒരു തിരുനോട്ടം അങ്ങ് നോക്കിയാൽ തന്നെ ഹിദായത്തിലേക്ക് വരുമെന്നല്ലേ ഇവർ ശൈഖുമാരെ പറ്റി പ്രചരിപ്പിക്കുന്നത്? ഒരു തുള്ളി പാല് നൽകിയാൽ തന്നെ ശൈഖ് ഒരു ആൾക്ക് ഒരു തുള്ളി പാല് കൊടുക്കുമ്പോഴേക്ക് അയാളങ്ങ് വലിയവരുടെ മർത്തബയിലേക്ക് എത്തുമെന്നൊക്കെയല്ലേ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഷേധിക്കട്ടെ, അപ്പോൾ വായിക്കാം ഞാൻ. ഓരോ കിതാബുകളും ഇബാറത്തുമൊക്കെ കാത്തുവച്ചിരിക്കുക തന്നെയാണ്. നിങ്ങൾ നിഷേധിക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല, ഞങ്ങൾക്കങ്ങനെ വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറയൂ, എങ്കിൽ നമുക്കതൊക്കെ വായിക്കാമല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പവർ കിട്ടിയോ? എപ്പോഴും നമ്മൾ പറയാറില്ലേ, നിഴൽ പോലെ സഹായിയായി പിന്തുടർന്നിരുന്ന അബൂ താലിബിന്റെ മരണ ആസന്നമായ വേളയിലും അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ എന്ന് പറഞ്ഞപ്പോ, അനലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ എൻ്റെ കാക്കകാരണവന്മാരുടെ മതത്തിൽ മില്ലത്തിലായിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് എങ്ങനെ മരിച്ചോ അതേപോലെ ഞാനും മരിച്ചോട്ടെ എന്നങ്ങ് പറഞ്ഞ് കഫറായിട്ടല്ലേ മരിച്ചുപോയത്. മഹാനായ നബിക്ക് സ്നേഹമില്ലേ? കാതിൽ ഒരു വാക്കങ്ങ് പറഞ്ഞുകൂടെ? പറയുകയും ചെയ്തില്ലേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു എന്ന് ബുഖാരിയിലില്ലേ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? അത് പറഞ്ഞിട്ട് മാറ്റമുണ്ടായോ? മാറ്റമുണ്ടായില്ല. നോക്കിയില്ലേ? തിരുനോട്ടം കൊണ്ട് മാറ്റമുണ്ടായോ? ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അതുകൊണ്ട് മാറ്റമുണ്ടായോ? ഉണ്ടായില്ലല്ലോ. അല്ലാഹു സമാധാനിപ്പിച്ചില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തൗഹീദിന്റെ സഹോദരീ സഹോദരന്മാര് മനസ്സിൽ കോറി നടക്കുന്നവരായത്തല്ലേത്. അത് പറയാത്ത സ്റ്റേജുകളുണ്ടോ? അത് കേൾക്കാത്ത ഖുതുബകളുണ്ടോ? മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും ഹിദായത്തിലാക്കാൻ കഴിവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ. എന്നിട്ട് ഇവര് ശൈഖ് ജീലാനിയോട് പോലും പറയുകയാണ്, ബസിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വ അൻത മാലികുഹു വനജ്ജിനി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന
കുല്ലി വലിയും മുഹിയദ്ദീനി. അതാ ജീലാനിയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയല്ലേ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് പോലും ആശിച്ചവരെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞോ? ഇവര് പറയുന്ന ഔലിയാക്കന്മാരെവിടെ? എല്ലാ ഔലിയായിന്റെയും നേതാവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? അതങ്ങ് പറഞ്ഞു. പേരോട് മുസ്ലിയാർ ഇവിടെ വന്നുകൊണ്ട് ആയത്തോതുകയാണ്. മൗലവി പറയുന്നു നബിക്ക് അങ്ങനെ ഹിദായത്തിലാക്കാൻ കഴിയൂലാന്ന്. എന്നാ മൗലവി നിങ്ങൾ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്നുള്ള ആയത്ത്